നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഈ നാടകം എഴുതിയതാരാണ്? ഓപ്ഷൻ എ സിവിക് ചന്ദ്രൻ, ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി തോപ്പിൽ ഭാസി, ഓപ്ഷൻ ഇ KT മുഹമ്മദ്. തെറ്റ് പറയരുത്. തെറ്റ് പറഞ്ഞാൽ എന്തോ കുഴപ്പമെന്നറിയോ? 20,000 രൂപ കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. പിൻവാങ്ങിയാൽ 1,00,000 രൂപ. ഇനി അതല്ല വിജയ് ഉത്തരം ശരിയായി പറഞ്ഞാലോ 3,00,000 രൂപ. വല്ല ഐഡിയ ഉണ്ടോ ഇതിനെ കുറിച്ച്? ഉറപ്പിക്കുന്നോ? അത് ഉറപ്പിക്കുന്നോ ഉറപ്പിക്കുന്നില്ലയോ? ഉറപ്പിക്കുന്നു സാർ. ഏത്? ഉറപ്പിക്കുവാണോ? ഞാൻ ഉറപ്പിക്കട്ടോ? അത് പൂട്ടട്ടോ? എന്തോ വരട്ടല്ലേ? അതന്നെ എന്തോ വരട്ടെ. അതാ ഉത്തരം തെറ്റിയാൽ 20,000 രൂപ കൊണ്ട് സന്തോഷമായിട്ട് വീട്ടിൽ പോകും. ഓക്കെ. പക്ഷേ താങ്കൾ പറഞ്ഞ ഉദ്ദേശം എന്തായാലും ഇതിലൂടെ ചിലപ്പോ ഫലവത്താകും. ഉദ്ദേശം എന്താ? അച്ഛനും അമ്മയും കാണും. അത് ചിലപ്പോ ഇതിലൂടെ നടന്നു എന്ന് വരാം. അപ്പോ ഓപ്ഷൻ ഡി ആണ് താങ്കൾ പറഞ്ഞത്, തോപ്പിൽ ഫാസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പൂട്ടട്ടോ? പൂട്ടി. എങ്ങനെയാ ഈ ഉത്തരം കണ്ടുപിടിച്ചത്? കറക്കി കുത്തി. കറക്കി കുത്തിയാൽ ഏതെങ്കിലും ശരിയാവും? ഏതെങ്കിലും ശരിയാവൂലോ, അങ്ങനെ വിചാരിച്ചിട്ട് കണ്ടുപിടിച്ചതാണ്. തെറ്റാനല്ലേ എളുപ്പ സാധ്യത? എങ്ങനെയാ ഞാൻ ഈ നല്ലൊരു മുഖത്ത് നോക്കി തെറ്റിപ്പോയി എന്നൊക്കെ പറയാൻ പറ്റുക? ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നും ചെയ്യല്ല. ഒന്നീ തെറ്റാവും അല്ലേ ശരിയാവും? അല്ലേ? ഒന്നീ തെറ്റാവും അല്ലേ ശരിയാവും. ധൈര്യം സംഭരിച്ചോ. ഞാനൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം പറയാൻ പോവാ. സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവാ. താങ്ങാനുള്ള കരുത്ത് നേടിയോ? നേടി. ഒരു ഹൃദയത്തിന് ബലം കൊടുക്കണോ? ഊന്നുവടി വല്ലതും വേണോ? ഊന്നുവടി വേണ്ടല്ലോ. അപ്പോ ഇതാ വരുന്നു ഉത്തരം. ഞാൻ പറയാൻ പോകുന്നു. ഓപ്ഷൻ ഡി എന്നാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഓപ്ഷൻ ഡി എന്ന ഉത്തരം തെറ്റാണ് എന്ന് പലരും കരുതിയിട്ടുണ്ടാവും. ശരിയാണ്. തോപ്പിൽ ഭാസിയാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കേരളത്തിലൊക്കെ പ്രചരിപ്പിക്കാൻ കാരണമായ ഒരു നാടകമാണ് KPSC അവതരിപ്പിച്ചു. KPSCയുടെ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ്. പുസ്തകമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് എഴുതിയത് തോപ്പിൽ ഭാസി. അത് ഒരുപാട് സിനിമകൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. അദ്ദേഹം അന്ന് സോമൻ എന്ന പേരിലായിരുന്നു എഴുതിയിരുന്നത്. കാര്യം അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ശരിയായ പേരിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലമായിരുന്നു. മാത്രമല്ല ഒരു ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ ഒരു സമരം പ്രഖ്യാപിക്കുന്ന നാടകമായിരുന്നു. അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, നിങ്ങൾ എന്നെ കോടീശ്വരനാക്കി, നിങ്ങൾ എന്നെ 3,00,000 രൂപയുടെ അധിപതിയാക്കി. അതാണ് ശരി. ഓക്കെ. അപ്പൊ 3,00,000 രൂപ കിട്ടി. ആള് ചില്ലറക്കാരനല്ല. ദൈവമേ, പേടിച്ചു പോയായിരുന്നു? അല്ല, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എല്ലാം ദൈവം തരുന്നു. ഇനി ഇതിൽ കൂടുതൽ വരാതിരിക്കുക. 5,00,000ന്റെ 5,00,000ന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 5 lakhs. 5 ലക്ഷം. 5 ലക്ഷം. എങ്ങനെ ജീവിക്കുമെന്തോ അല്ലേ? 5 ലക്ഷം. അപ്പൊ മോണിറ്റർ രാജ്യസഭ കേട്ടിട്ടുണ്ടോ? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഇ ആഭ്യന്തരമന്ത്രി. കൂട്ടോ? തെറ്റിയുള്ള അവസ്ഥ അറിയാലോ. 30,000 കൊണ്ട് പോകാൻ റെഡിയാണോ? ധൈര്യമില്ലേ? ഇത്രയും പറഞ്ഞ ആൾക്ക് ധൈര്യമില്ലേ? എങ്ങനെയാ വന്നത്? ബസ്സിന് വന്നു. ബസ് സർവീസ് കാണുമല്ലോ അങ്ങോട്ട് തിരിച്ചു പോവാൻ. 30,000 കൊണ്ട് പോകുമ്പോ വിഷമം ഉണ്ടാവൂ? വഴിയിലങ്ങനെ ഇറങ്ങി പ്രതിഷേധിക്കൂ? ഇല്ലല്ലോ. അപ്പോ സങ്കടമില്ലാതെ പോവുമല്ലോ. ഒരു സങ്കടവും കാണത്തില്ലല്ലോ. സന്തോഷമായിട്ട് പോവില്ലേ? അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം, എന്റെ മുഖത്തെ വികാരം കാണുമ്പോ എന്താ തോന്നുന്നത്? ഉത്തരം തെറ്റാവോ ശരിയാവൂ? അല്ലെ വികാരം തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നും തോന്നുന്നില്ല. സൂക്ഷിച്ചു നോക്കിയേ. ഇവിടെ ഒന്നും തോന്നില്ലേ? ഈ ഏരിയയിലെങ്ങും തോന്നുന്നുണ്ട്. അപ്പൊ തെറ്റാണോ ശരിയാണോ? അതെനിക്ക് കൃത്യമായിട്ട്. ഒന്നുകൂടെ നോക്കിയോ? എന്നിട്ട് എന്ത് തോന്നി ഇപ്പോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണെന്ന് തോന്നുന്നു. ആ തോന്നൽ വളരെ ശരിയാണ് എന്ന് തോന്നിയാലും ആ തോന്നൽ തെറ്റാണ്. ഉത്തരം ശരിയാണ്.